ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ വീഡിയോയിൽ സാധാരണ ചെയ്ത രീതിയിൽ നമ്മൾ ഫസ്റ്റ് ഇൻട്രോ ഒക്കെ പറഞ്ഞ് ഹായ് മച്ചാന്മാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാഴ്ചക്കാരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. എന്താ പറയുക, ഞാൻ ജോലി ചെയ്യുന്നൊരു മേഖലയിൽ ഇപ്പോൾ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതായത് ഞാനൊരു ലോറി ഡ്രൈവറാണ്, എല്ലാവർക്കും അറിയാം. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ലോറി ഡ്രൈവറാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വ്ളോഗ് എടുത്ത് നോക്കിയാലും അറിയാം ഞാൻ ലോറി ഡ്രൈവറാണ്. അപ്പം ഇതിന് മുന്നേ ഇപ്പോൾ ഇന്ന് 8ാമത്തെ ദിവസം. അന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഗ്രൂപ്പ് വാട്സപ്പിൽ മെസ്സേജ് വരുമ്പോൾ ഗ്രൂപ്പ് നോക്കുമല്ലോ, അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് കണ്ട ഒരു അപകടമാണ്. ഇതുപോലെ നമ്മൾ ബെൽഗാവിന്ന് പോകുന്ന വഴിയിൽ ശിരൂർ എന്ന് പറഞ്ഞ അവിടുത്തെ, അതായത് ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് നിർത്തി, എന്താ പറയുക, കുടിക്കാൻ, അതായത് നമുക്ക് പാചകം ചെയ്യാനുള്ള വെള്ളവും കാര്യങ്ങളും എടുക്കുകയും ചായക്കടന്ന് ചായ കുടിക്കുകയും അഥവാ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡിൽ നിർത്തി ഉറങ്ങും. ഇനി ഉറങ്ങിയില്ലെങ്കിൽ അവിടെ നിർത്തി ഭക്ഷണം ഉണ്ടാക്കി അവിടുന്ന് കഴിച്ചിട്ട് വണ്ടി എടുത്തിട്ട് എത്രയോ വട്ടം പോയിട്ടുണ്ട്. അങ്ങനെ പോകുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത് അപ്പോൾ പെട്ടെന്ന് വായിച്ചപ്പോഴത്തേക്ക് സ്ഥലം കണ്ടപ്പോൾ മനസ്സിലായില്ല. പേര് വായിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ എന്താ പറയുക, വാട്സപ്പിൽ മെസ്സേജും കാര്യങ്ങളും നോക്കിയപ്പോൾ എന്തോ അവിടെ ഇതുപോലെ മണ്ണിടിച്ചിൽ നടന്നിട്ട് ഒരുപാട് അപകടങ്ങളുണ്ടായി. ഒരുപാട് ലോറികൾ, മൂന്നോ നാലോ എത്ര ലോറി, ടാങ്കർ ഉൾപ്പെടെ അപകടം ഉണ്ടായി. അതിലെ ന്യൂസിൽ പിന്നെ അറിഞ്ഞു വന്നപ്പോഴാണ് അറിഞ്ഞത്, അതിൽ നമ്മുടെ കോഴിക്കോട് സ്വദേശിയായ അർജുൻ എന്ന് പറഞ്ഞ ആ ആളുടെ ലോറി ഇതേപോലെ അതിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നേക്ക് 8ാമത്തെ ദിവസമായിട്ടും ആ ആളുടെ ലോറിയോ അതിൻ്റെ അടിയോ എന്താ പറയുക ആളെയോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇന്ത്യക്ക് തന്നെ പറയാം, ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. ഇനിയിപ്പം ഇന്നലെയൊക്കെ കരയില്ല സിഗ്നൽ എന്ന് പറഞ്ഞിട്ട് റഡാർ വെച്ച് നോക്കി, സിഗ്നൽ കരയിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവിടെ മണ്ണ് ഫുള്ള് മാറ്റി നോക്കിയിട്ട് കിട്ടിയില്ല. അവിടെ ഇപ്പം എന്താ 98% എന്താ പറയുക, അവിടുത്തെ മണ്ണ് മാറ്റി നോക്കിയിട്ട് ലോറി കിട്ടിയിട്ടില്ല. കാരണം 98% മണ്ണ് മാറ്റും എന്ന് പറയുമ്പോഴത്തേക്ക് ഒട്ടുമിക്ക അറിയാലോ, 98% ഇനി പിന്നെ 2% കൂടി മാറ്റിയാൽ മതി. ആ 2% മാറ്റാൻ പറ്റത്തില്ലെന്നാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരും കാര്യങ്ങളും പറഞ്ഞത്. കാരണം അത് പിന്നെയും എന്താ പറയുക, മലയുടെ മുകളിലേക്ക് ചേർന്ന മണ്ണ്, അതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മുകളിലുള്ള അവിടെ ഇടവിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുമോ, മണ്ണ് മൊത്തം കുതിർന്നിരിക്കുമോ. അപ്പോൾ ഏത് നിമിഷം ചിലപ്പം ബാക്കി മണ്ണൂടെ എടുത്ത് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൂടി ബാക്കിയുള്ളവിടെ ഇടിഞ്ഞു വരും. അപ്പോൾ ഇപ്പോൾ ഇടിഞ്ഞു കഴിഞ്ഞാൽ എത്തുമ്പോൾ എത്രയോ ഉദ്യോഗസ്ഥന്മാരും തെരച്ചിൽക്കാരും നമ്മൾ മലയാളികളും കർണാടകക്കാരും എല്ലാവരും ഉൾപ്പെടെ അവിടെ ഉണ്ട്. ഇപ്പം അടുത്ത മണ്ണിടിച്ചിൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് അതിലും വലിയ ഒരു ദുരന്തമായി മാറും. അതുകൊണ്ട് ആ 2% മണ്ണ് അവരെടുത്ത് മാറ്റി നോക്കിയിട്ടില്ല. അത് മാറ്റി നോക്കേണ്ട കാര്യമായിട്ടും വരത്തില്ല. കാരണം ഈ ലോറി എന്ന് പറയുന്നത് ഒരു ലോറിയല്ല, അത് അത്രയും വലിയ അടികൊണ്ടിരിക്കുന്നത്. അത് 25 ടണ്ണാണ് പാസിംഗ്, എങ്കിൽ പോലും അങ്ങോട്ട് 5 ടണ്ണ് കൂടുതൽ 30 ടണ്ണ് അങ്ങോട്ട് ഉണ്ട്. മൊത്തം വണ്ടി വെയിറ്റോട് കൂട്ടി 10, 40, 42 ടണ്ണിന് അടുത്ത് വരും. അത്രയും ഡീസൽ കൂടി ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ വരും. നല്ല ഫുൾ ഡീസൽ കാണുമല്ലോ. അപ്പം അതുപോലൊരു വണ്ടി എന്താ പറയുക, അത് മണ്ണിടിച്ച് വീണിട്ട് ഒരു തടിയെങ്കിലും അത്രയും ശതമാനം മണ്ണെടുത്ത് വെക്കുമ്പോൾ കാണാതിരിക്കത്തില്ല. അപ്പം ഇത് ഇപ്പം ഇന്ന് തെരച്ചിൽ നടത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലാണ് തെരച്ചിൽ നടത്തുന്നത്. കാരണം ഇതിൻ്റെ എന്താ പറയുക, ഇത് വണ്ടി നേരെ ആ മണ്ണിൻ്റെ കൂടെ തന്നെ നദിയിലേക്ക്, ഗംഗാവാലി നദിയിലേക്ക് വീണ് നദിയുടെ അടിയിൽ, മണ്ണിൻ്റെ അടിയിലാണെന്നാണ് ഇപ്പോഴത്തെ നിഗമനത്തിൽ അവർ എന്താ പറയുക തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണേലും ഈ 8 ദിവസമായിട്ടും എന്താ പറയുക, ആ ഡ്രൈവറെ കണ്ടെത്താൻ പറ്റാത്തതിൽ എന്താ പറയുക വളരെ ദുഃഖകരമാണ്. അതുപോലെ തന്നെ പക്ഷെ കരയിലായിരുന്നെങ്കിൽ ഒന്നുമില്ലെങ്കിലും ഭാരത് ബെൻസ് പോലൊരു ക്യാബിൻ എന്നൊക്കെ പറയുമ്പം ചെറിയ മണ്ണിൻ്റെ അവിടെ നിന്നുള്ള എയർ സർക്കുലേഷൻ ഒക്കെ നടക്കും. എയർ ഒക്കെ വരും മണ്ണിനകത്തൂടെ. മഴ പെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലായിട്ട് വരും. അതുപോലെ സൈഡ് ഫുള്ള് ഗ്ലാസ് കയറ്റി ഇട്ടിരിക്കുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ സാധാരണ ഉറങ്ങാൻ നേരത്തെ ലോറി നിർത്തിയിടുമ്പം ഒരു കാരണവശാലും ചിലവർ ലോറി എന്തുവാ സ്റ്റാർട്ടാക്കി ഇട്ടിട്ട്, എ സി വണ്ടിയാണെങ്കിൽ സ്റ്റാർട്ടാക്കി ഇട്ടിട്ട് ഒരു 10 15 20 മിനിറ്റ് ചിലപ്പോൾ സ്റ്റാർട്ടാക്കി ഇട്ടിട്ട് ഫുള്ള് കൂളിംഗ് ആക്കി കഴിഞ്ഞിട്ട് വണ്ടി ഓഫ് ചെയ്യും. അപ്പോൾ ഈ കൂളിംഗ് ഇങ്ങനെ വണ്ടിയുടെ ക്യാബിനകത്ത് നിൽക്കുമല്ലോ. നിൽക്കുമ്പോൾ ആ ഉറക്കത്തിൽ നമ്മൾ ഉറങ്ങിപ്പോവും. ചിലവർ അങ്ങനെ ചെയ്യും. ചിലവർ അങ്ങനെ ചെയ്യത്തില്ല. എന്താ പറയുക, വണ്ടി കൊണ്ട് നിർത്തിയിട്ട് കുറച്ച് നേരം ഒന്ന് റേസാക്കി നിർത്തി 5 മിനിറ്റ് വണ്ടി സ്റ്റാർട്ടിങ് നിർത്തിയിട്ട് വണ്ടി അങ്ങ് ഓഫ് ചെയ്യും. വണ്ടി ഓഫ് ചെയ്തിട്ട് ഗ്ലാസ് ഫുള്ള് എന്താ പറയുക വണ്ടി 5 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിടുമെന്ന് പറഞ്ഞത് വണ്ടിയുടെ എ സി കൊള്ളാൻ വേണ്ടിയിട്ടല്ല, വണ്ടിയുടെ ഒരു ഇതുണ്ടല്ലോ, വണ്ടിയുടെ എഞ്ചിനും കാര്യങ്ങളും ആ ഓയിലും എല്ലാം ഇതാകാൻ വേണ്ടിയിട്ട് വണ്ടി കുറച്ച് നേരം സ്റ്റാർട്ടാക്കിയിട്ട് വണ്ടി ഓഫ് ചെയ്യും. അപ്പം പുള്ളി ഇപ്പോൾ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ അർജുൻ എന്ന ഡ്രൈവർ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നെങ്കിൽ, അതായത് ഗ്ലാസ് ഒക്കെ തുറന്നിട്ടിട്ട് കാറ്റ് കൊള്ളാൻ വേണ്ടി സൈഡ് ഗ്ലാസ് എല്ലാം തുറന്നിട്ടിട്ടാണ് കിടന്ന് ഉറങ്ങിയിരിക്കുന്നെങ്കിൽ, ഈ മണ്ണിടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്യാബിനുള്ളിൽ മണ്ണും വെള്ളവും കല്ലും കാര്യങ്ങളും കയറും. ഉറപ്പായിട്ടും കയറും. ഇനി അതല്ല, ഗ്ലാസ് ഫുള്ള് കയറ്റിയിട്ട് ഇതുപോലെ എ സി ഇട്ട് കൂളിംഗ് ആക്കി, അല്ലെങ്കിൽ എ സി ഇട്ട് കൂളിംഗ് ആക്കി കഴിഞ്ഞിട്ട് ഫാൻ ഇടും. ഫാൻ ഇട്ടിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ, വേറെ കല്ലോ കാര്യങ്ങളോ ഒന്നും വന്ന് അടിച്ചിട്ടില്ല, ഒരു ഗ്ലാസും പൊട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്യാബിനകത്ത് തന്നെ ആളുണ്ട്. അതുപോലെ തന്നെ അത് കരയ്ക്കാണെങ്കിൽ, ആ വണ്ടി വെള്ളത്തിൽ പോകാതെ കരയ്ക്കാനായിരുന്നെങ്കിൽ ക്യാബിനുള്ളിൽ ആളുണ്ടെങ്കിൽ ഫുള്ള് ഗ്ലാസ് വിട്ടേക്കുവാണെങ്കിൽ, ഈ പറഞ്ഞ രീതിയിൽ ഭാരത് ബെൻസിൻ്റെ കമ്പനി അവകാശപ്പെടുന്ന രീതിയിൽ ഒരു 4-5 ദിവസമൊക്കെ സുഖമായിട്ടെന്നല്ല, എന്നാലും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും. അതിൽ എന്താ പറയുക,
അതീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ആൾ രക്ഷപ്പെടാൻ ചാൻസ് വളരെ കൂടുതലാണ്. എന്താണെങ്കിലും ഇതുവരെ പക്ഷേ സാധാരണ നമ്മുടെ എന്താ പറയുക തമിഴ്നാട് കെട്ടി ക്യാമ്പിംഗ് കൂട്ടുള്ള ലൈലാൻഡും വണ്ടികളൊക്കെ ആണെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ ഇപ്പം എൻ്റെ വ്ളോഗിനകത്ത് നോക്കിയാൽ ഞാൻ ഓടുന്ന വണ്ടിയൊക്കെ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് അതിനകത്തൊക്കെ എപ്പോൾ കയറിയെന്ന് വെച്ചാൽ മണ്ണും കളി. ഇതുപോലെ അത് നല്ലൊരു വണ്ടി ആയതുകൊണ്ട് ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ഇപ്പം നമ്മൾ ആ പ്രതീക്ഷയിൽ ഇരുന്നിട്ട് ഇപ്പോൾ അവർ തെരഞ്ഞ് ലാസ്റ്റ് വന്നപ്പോൾ 98% മണ്ണ് നീക്കി കഴിഞ്ഞിട്ടും ആൾ കരയ്ക്കില്ല. ഇപ്പം എന്താ പറയുക തെരച്ചിൽ മുഴുവൻ നദിയിലേക്കായി. ആ നദിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എത്ര 20 അടിയോ എത്ര അടി താഴ്ചയുള്ള അതിൻ്റെ മുകളിൽ ആ മണ്ണ് ഇടിഞ്ഞ് വീണിട്ട് ആ നദിയുടെ മുകൾ വശം നികന്ന ഒരു കുന്ന് പോലെ ആയേക്കുവാ സത്യം. അപ്പോൾ ആ കുന്ന് അത് തുരന്ന് അത് മണ്ണ് മൊത്തം മാറ്റി. അതായത് കരയിലെ മണ്ണ് മാറ്റുന്നതൊക്കെ അത്ര എളുപ്പമല്ലല്ലോ ഈ പുഴയിലെ ആ മണ്ണ് അങ്ങോട്ട് മാറ്റിയിട്ട് അടിയിലുണ്ടോ എന്ന് പറഞ്ഞ് നോക്കാൻ. ഇത്രയും ശക്തിക്ക് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുവല്ലേ. അപ്പം ഇനി അവിടുന്ന് അത് തപ്പിയെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി റിസ്ക്കുള്ള പരിപാടിയാണ്. അതിൻ്റെ വേണ്ടപ്പെട്ട കാര്യങ്ങളും വേണ്ടപ്പെട്ട രീതികളിലൊക്കെ അവർ ചെയ്യും. എന്നാലും ക്യാബിനും വണ്ടി അതുപോലെ തന്നെ വണ്ടിയുടെ വണ്ടി വെള്ളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ക്യാബിനകത്ത് വെള്ളം കയറും. അത് ഉറപ്പായിട്ടും കയറും. അത് എത്ര അടച്ചു വെച്ചാലും ക്യാബിനകത്ത് വെള്ളം കയറും. കാരണം ഭാരത് ബെൻസ് ഓടിക്കൊണ്ടിരുന്നത് ക്യാബിനകത്ത് വെള്ളം കയറും. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ വണ്ടിയും മണ്ണും കൊണ്ട് പോകുന്ന കൂട്ടത്തിൽ കല്ല് കൊണ്ടടിച്ച് ഗ്ലാസ് പൊട്ടുകയോ അങ്ങനെയൊക്കെ ക്രാക്ക് വരാൻ ഭയങ്കര സാധ്യത കൂടുതലാണ്. പക്ഷേ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ആൾ ജീവനോടെ തന്നെ വരും. അതിൽ 100% ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇതുവരെ അതുപോലെ തന്നെ നമ്മുടെ കമന്റിനകത്തൊക്കെ ഒരുപാട് പേര് സംശയിക്കുന്നുണ്ട്. ഈ അപകടം നടന്ന സമയത്ത് വല്ല കൊള്ളക്കാരൊക്കെ വന്നിട്ട് അർജുനെ വണ്ടിയും കൂടി അടിച്ചോണ്ട് പോയോ? കാരണം അങ്ങനെയൊക്കെ ഞാനും സംശയിക്കുന്നുണ്ട്. കാരണം പെട്ടെന്ന് അപകടം നടന്ന ഉടനെ വണ്ടി എടുത്തുകൊണ്ട് വേറെ ആരെങ്കിലും പോയോ? വണ്ടി അർജുനും കൊണ്ട് വേറെ ആരെങ്കിലും കൊണ്ടുപോയോ? പക്ഷെ അങ്ങനെ കൊണ്ടുപോയാലും ഈ പാസ് ചെയ്യുന്ന സമയത്ത് ഈ CCTV കാര്യങ്ങളാണെങ്കിലും ഓരോ പമ്പ് വഴി പോകുന്ന ഈ അപകടം നടക്കുന്നതിന് മുന്നേ വന്നുള്ള CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ അപകടം നടന്നു കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന പമ്പുകളിലൊക്കെ ആണെങ്കിലും CCTV കാര്യങ്ങൾ നോക്കിയാൽ അറിയാം. അപ്പം അങ്ങനൊന്നും പോയിട്ടില്ല. അതുപോലെ എൻ്റെ ആദ്യം മുതലുള്ള സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെങ്കിലും ഇത് 4 വരി പാതയാണ്. അതായത് 4 വരി തുടങ്ങുന്നതിന് മുന്നേ ഡബിൾ ലൈനായിട്ട് വരുവാ. ഡബിൾ ലൈനായിട്ട് വന്നു കഴിഞ്ഞ് നമ്മുടെ ഈ കട എത്തുന്നതിന് മുന്നേ ആയിട്ടാണ് ഇത് 4 വരി പാതയായിട്ട് മാറുന്നത്. ഈ 4 വരി പാതയായിട്ട് മാറുന്നതിൻ്റെ ഇടത് സൈഡിലായിട്ട് ഈ മലയോട് ചേർന്നാണ് ഈ വണ്ടി ഇട്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണ് ഇടിയുമ്പോൾ മണ്ണ് നേരെ മണ്ടയ്ക്കോട്ട് ഇടിയത്തില്ല. മണ്ണ് ഇങ്ങനെ ചരിഞ്ഞല്ലേ ഇടിയത്തുള്ളൂ. അങ്ങനെ മണ്ണ് വരത്തുള്ളൂ. ആ വരുന്ന വഴിക്ക് ഈ ലോറിയെ തട്ടി ലോറി എന്തുവാണെങ്കിലും മണ്ണിൻ്റെ കൂടെ ഉരുളും. മണ്ണിൻ്റെ കൂടെ ഉരുണ്ടിട്ട് പിന്നെ ഈ റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിടക്കുന്നത് നദിയാണ്. ആ ആഴമുള്ള നദിയാണ്. അപ്പോൾ ഈ ലോറി മണ്ണിൻ്റെ കൂടെ ഈ റോഡിലൂടെ ഉരുണ്ടിട്ട് നേരെ പിന്നെ താഴ്ച ഏതാ? പിന്നെ നേരെ താഴുന്നത് ഈ നദിയിലോട്ട് വീഴത്തുള്ളൂ. നദിയിലോട്ട് ലോറി വീണ് താഴ്ന്നു കഴിഞ്ഞാൽ അതിൻ്റെ മണ്ടയ്ക്കോട്ട് മണ്ണും വീഴുക. അപ്പം തീർച്ചയായിട്ടും ലോറി നേരെ താഴെ അതായത് ഈ റോഡിൻ്റെയും ഈ നദിയുടെയും തീരം അതായത് നമ്മുടെ ഈ എന്താ പറയുക തീരം എന്ന് പറയത്തില്ലേ ഈ റോഡിൻ്റെ എൻഡ് ആ എൻഡിൻ്റെ നേരെ താഴെ ലോറി താഴ്ന്നിട്ടുണ്ട്. ആ വെള്ളത്തിലോട്ട് പെട്ടെന്ന് ലോറി താഴുക അതിൻ്റെ മണ്ടയ്ക്കോട്ട് മണ്ണ് കയറി മൂടി ലെവലായിട്ട് അങ്ങനെയാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ പോകാനേ സാധ്യത കൂടുതലുള്ളൂ. ഇപ്പോൾ ആ പറഞ്ഞ രീതിയിൽ തന്നെ അവരങ്ങനെ തപ്പുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ 40 ടൺ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ലോറി വെള്ളത്തിൽ വീണ് കഴിഞ്ഞിട്ട് ഈ 40 ടണ്ണിന് പക്ഷേ വേറെ കാര്യമുണ്ട്. ഇത്രയും നല്ല ഒഴുക്കത്ത് ഈ 40 ടണ്ണ് വീണാലും വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ വെയിറ്റിന് പ്രാധാന്യമില്ല. കാരണം എത്ര വെയിറ്റ് ആണെങ്കിലും വെയിറ്റ് ഇല്ലാത്ത രീതിയിലേ വരത്തുള്ളൂ. എത്ര വലിയ വെയിറ്റുള്ള സാധനമാണ് മനസ്സിലായോ? പക്ഷേ അതിനകത്തുനിന്ന് വീണ ഉടനെ അതെന്തുവാണെങ്കിലും ഒറ്റയടിക്ക് ഒഴുകി അങ്ങ് പോകത്തില്ലല്ലോ. കാരണം അത്രയും ഫോഴ്സിൽ അത്രയും വീതിക്ക് ബാക്കി മണ്ണൂടി വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ലോറി ലോറി ഇങ്ങനെ ഒരു പോക്ക് എന്തായാലും പോകത്തില്ല. അത്രയും വെയിറ്റുള്ള ലോറി വീഴുമ്പോൾ അതിൻ്റെ പുറത്ത് മണ്ണൂടി വരുമ്പം ആ ലോറിക്ക് ഒന്നുകൂടി വെയിറ്റ് കൂടും. ആ വെയിറ്റ് കൂടുമ്പം ആ ലോറി നേരെ താഴാനേ സാധ്യതയുള്ളൂ. ആ ലോറി നേരെ താഴെ പോവും. അതിൻ്റെ മുകളിൽ ഈ മണ്ണെല്ലാം കിടന്ന് മൂടി അങ്ങനെയാണ് സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ ഇപ്പം എൻ്റെ കറക്റ്റ് ഞാൻ കരുതിയ കണക്ക് തന്നെ അവരിപ്പം തിരഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നെങ്കിൽ അവിടെ കാണാൻ സാധ്യത. ഇല്ലെങ്കിൽ പിന്നെ വേറൊരു ഇത് പറയുന്നുണ്ട്. ഇപ്പം വേറെ ന്യൂസിനകത്ത് നമ്മുടെ മാതൃഭൂമിയുടെ അതിനകത്താണെന്ന് തോന്നുന്നു പറയുന്നത് തടി ഒഴുകി പോകുന്നത് കണ്ടായിരുന്നു. അപ്പോൾ അത് അർജുൻ്റെ വണ്ടിയുടെ തടിയായിരിക്കാനാണ് സാധ്യത കൂടുതൽ. ഞാൻ കണ്ടിട്ടൊന്നും അടുത്ത് ഞങ്ങൾ ഒരു ന്യൂസിനകത്ത് ഞാൻ മുമ്പേ കണ്ട് അങ്ങനെ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിലും ഈ ലോറി ഉരുണ്ടൊഴുകി പോകും. ഇനിയിപ്പോൾ ക്യാബിൻ മൊത്തം ലോക്ക് ആണെങ്കിൽ അതായത് ചാവിയിലെ ക്യാബിൻ കാരണം കർണാടക എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കേരളത്തെ കണക്ക് ഫുള്ള് ഗ്ലാസ് ഞാൻ മുമ്പേ പറയുന്നത് ഫുള്ള് ഗ്ലാസ് തുറന്നിട്ടിട്ട് നമ്മൾ വിശാലമായിട്ട് ഫ്രീഡം ആയിട്ടൊന്നും ഉറങ്ങത്തില്ല. അപ്പോൾ കർണാടക പോലുള്ള സ്ഥലത്തൊക്കെ നമ്മൾ എന്തുകൊണ്ടും ഫുള്ള് ഡോറൊക്കെ ലോക്ക് ചെയ്ത് ഫുള്ള് ലോക്കായിരിക്കും. കാരണം കള്ളന്മാരും കാര്യങ്ങളൊക്കെ കൂടുതലുള്ള ഏരിയകളൊക്കെയാണ്. പറഞ്ഞാൽ അവിടെയൊക്കെ ഞാൻ ഓടിയിട്ടുള്ളതുകൊണ്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു കാരണവശാലും ഫുള്ള് ഇങ്ങനെ തുറന്നിട്ടിട്ട് ഉറങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഫുള്ള് ഗ്ലാസ് കയറ്റി ലോക്കായിരിക്കും ഡോറ്. ഈ ഡോറ് ഫുള്ളും ലോക്ക് ആകുമ്പോൾ ഈ പെട്ടെന്ന് ഈ മണ്ണിടിഞ്ഞ് ഈ വണ്ടി ഉള്ളുമ്പോൾ എന്തുവാണെങ്കിലും ഈ അതിനകത്ത് കിടന്ന് ഉരുളും അല്ലാതെ ഡോറ് തുറക്കാനോ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ആ മറിച്ചിൽ വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ പക്ഷേ അത്രയും ടണ്ണ് ഈ ഈ നമ്മുടെ ഈ തടി കയറ്റിയേക്കുന്നില്ലേ ഈ കട്ടിങ്സ് അതിന് പറയും. മറ്റേ തടിയല്ല നമ്മൾ വലിയ ക്യാബിൻ വെളിയിൽ കിടന്നിട്ട് നീളത്തിൽ കിടക്കുന്ന തടിയല്ല കട്ടിങ്സാണ് കയറ്റിയേക്കുന്നത്.
ആ കട്ടിങ്സ് കയറ്റുമ്പം അതെന്തുവാണേലും അത് വണ്ടി ചരിഞ്ഞ് അത്ര ഉരുളിച്ച് ഉള്ളുമ്പം ഈ കയറ് പൊട്ടിയിട്ട് ഈ തടി എങ്ങനാണെങ്കിലും ഈ വണ്ടിക്കകത്തുനിന്ന് തടി മൊത്തമെങ്കിലും ഇല്ലെങ്കിൽ കുറച്ചെങ്കിലും തടി ഊരി പോകേണ്ടതാ. പക്ഷെ ആ ചാനലിനകത്ത് പറഞ്ഞു, ഒരു ചാനലിനകത്ത് ഞാൻ കേട്ട് വണ്ടി തടി ഒഴുകി പോകുന്നത് കണ്ടായിരുന്നെന്ന്. സത്യമാണ് നേരത്തെ ഒരു ചാനലിനകത്ത് ഇങ്ങനെ പറഞ്ഞു, ഒരു ന്യൂസിനകത്ത് പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു നിഗമനം വെച്ച് പറയുവാണെങ്കിൽ, കാരണം നമ്മൾ കെട്ടിക്കൊണ്ടൊക്കെ പോയിട്ടുള്ളതാണ്. കട്ടിങ്സ് ഞാൻ കയറ്റിയിട്ടുള്ളതാണ്. തൃശ്ശൂരിൽ നിന്ന് കയറ്റി തമിഴ്നാട് ഞാൻ കട്ടിങ്സ് ഓടിയിട്ടുള്ളതാണ് തൃശ്ശൂർ. അപ്പോൾ അതെന്തുവാണേലും ആ കെട്ട് ഈ ലോറി ഇത്രയും വലിയ മണ്ണിടിച്ച് നടന്ന ഈ ലോറി ഉരുളുമ്പോൾ എങ്ങനെ പോയാലും ആ കട്ടിങ്സ് അഴിയും. ആ തടി ലോറിയിൽ നിന്ന് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്താണെങ്കിലും ഈ തെരഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കുഴപ്പവും ഇല്ലാതെ, എന്താ പറയുക, ഒരു അപകടവും ആൾക്ക് പറ്റാതെ ആളെ ജീവനോടെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാണ്. ഇതിപ്പം അതുപോലെ തന്നെ മറ്റു ഡ്രൈവർമാരും മറ്റേ വണ്ടികളിലൊക്കെ അതിലൊരു വണ്ടി മണ്ണിൻ്റെ എറമ്പ് കയറുന്നതുകൊണ്ട് പക്ഷേ ആ വണ്ടിയുടെ ഡ്രൈവറെ കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. കിട്ടിയിട്ടില്ല, ന്യൂസിനകത്തും പറയുന്നുണ്ടായിരുന്നു കിട്ടിയിട്ടില്ലെന്ന്. മൊത്തം 3 പേരെ കാണാണ്ട്. അതിലൊരു സ്ത്രീയെ രാവിലെ കിട്ടി. അതിലൊരാൾ ഞാൻ ഈ പറഞ്ഞ മറ്റേ ഡ്രൈവറാണെന്ന് തോന്നുന്നത്. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് അർജുനെ കണ്ടെത്തട്ടെ. അർജുന് എന്താ പറയുക, ഒരു അപകട കാര്യങ്ങളും പറ്റാതെ സുരക്ഷയായി എത്തട്ടെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് കരുതിയ കാര്യമല്ല. എൻ്റെ കൂട്ടുകാരൻ ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ, അതായത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക, ആ റെക്കോർഡ് എന്താ അവൻ്റെ ആ വോയിസ് ഞാൻ അത് കേൾപ്പിക്കാം. ഓട്ടം പോയേക്കുവാണോ? നീ ഒരു ലോറി ഡ്രൈവർ അല്ലേടാ? നീ ആ ചെറുക്കിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യല്ലേ, സപ്പോർട്ട്? അവനടുത്ത് ചോദിച്ചാടാ, നീ ഒരു ലോറി ഡ്രൈവർ അല്ലേ, നിനക്ക് അർജുന് വേണ്ടി എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തുകൂടെ? അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്തെങ്കിലും ഒന്ന് കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് ആ ന്യൂസ് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ദിവസം ഇത് അപകടം നടന്നപ്പോൾ തന്നെ ഗ്രൂപ്പിൽ ഫോട്ടോസും വോയിസും കാര്യങ്ങളും ഇതുപോലെ വന്നു. ഇതുപോലെ അവിടെ അപകടം നടന്നിട്ടുണ്ട്, ബ്ലോക്ക് ആയിരിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വന്ന് കണ്ടപ്പോൾ തന്നെ സ്ഥലം കണ്ടപ്പോൾ പെട്ടെന്ന് പരിചയം വന്നില്ല. എങ്കിൽ പോലും നമ്മുടെ സ്ഥലപ്പേര് വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് കത്തി. പെട്ടെന്ന് നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ പറയുക, ഒന്നാമത് നമ്മളോട് ഈ ലോറി ഓടുന്ന ഒരാളാണ്. 2 ഞാൻ പോയി നിന്നിട്ടുള്ള സ്ഥലമാണ്. ഞാൻ പോയി അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുള്ളതാണ്, ഫുഡ് കഴിച്ചിട്ടുള്ളതാണ്, അവിടുന്ന് വെള്ളം എടുത്തിട്ടുള്ളതാണ്, അവിടെ ചായ കുടിച്ചിട്ടുള്ളതാണ് ആ സ്ഥലത്ത് നിന്ന്. അപ്പോൾ അങ്ങനെ കണ്ടപ്പം ഒരു വിഷമം കാരണം ഞാൻ പിന്നെ ഈ ന്യൂസ് നോക്കാൻ മൈൻഡ് ചെയ്യാൻ നിന്നില്ല. കാരണം പിന്നെ 2 ദിവസം കഴിയുമ്പം ലോറിയും കണ്ടെത്തും, ഡ്രൈവറെയും കണ്ടെത്തും എന്നൊക്കെ കരുതി. ഇന്നിപ്പോൾ 8ാമത്തെ ദിവസമായിട്ടും 8ാമത്തെ ദിവസം തിരഞ്ഞുകൊണ്ടിരിക്കുക ഈ നിമിഷവും. എന്നിട്ടും ആ ഡ്രൈവറെ കിട്ടിയില്ല എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ കരുതിയത് നമ്മുടെ സങ്കടം ഒന്ന്, അല്ലെങ്കിൽ എന്ന് പറയാം, ഒന്ന് പറയണം എന്നുള്ളൊരിത്. എന്തായാലും കിട്ടും, കിട്ടാതിരിക്കത്തില്ല. ഒന്നും ഒരു കുഴപ്പമില്ലാതെ കിട്ടട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അവിടത്തേക്ക് കർണാടകയിലേക്ക് ഈ ബോർഡറും കഴിഞ്ഞ് പോയി കിടക്കുന്ന നമ്മുടെ മലയാളികളുണ്ടല്ലോ. അതുപോലെ നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ആളെ, അതുപോലെ പോയേക്കുന്ന എല്ലാ റെസ്ക്യൂ ടീമുകളും, അവരൊക്കെ സത്യം പറഞ്ഞാൽ എന്താ പറയുക, അവർക്കെല്ലാം ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഈ എന്താ പറയുക, ഈ ലോറി ഡ്രൈവർ എന്നൊരു നിലയിൽ നമ്മൾ ഒട്ടുമിക്ക സ്ഥലത്ത് ഇപ്പോൾ ഒരു 10 സ്ഥലത്ത് പോയാൽ അതിൽ 9 സ്ഥലത്ത് നമുക്കൊരു വിലയില്ല. ഉള്ള കാര്യം ഒരു വിലയില്ല. നമ്മളെ കാണുമ്പോൾ ഒരു പുച്ഛൻ രീതിയിൽ ഡ്രൈവറാണ്, ലോറി ഡ്രൈവറാണ് ആ ഒരു രീതിക്ക്. ഒരു കമ്പനിയിൽ ചെന്നാൽ ഇതൊക്കെ തന്നെ അവസ്ഥ. ചിലയിടത്ത് നിന്ന് കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയും. ചിലയിടത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫ്രീഡമാണ്, നമുക്ക് എന്താ വേണ്ടത് അങ്ങനെയാണ്. നമ്മളെ ഭയങ്കര സ്നേഹമാണ്. ചിലയിടത്ത് നിന്ന് നമ്മളെ മൈൻഡ് പോലും ചെയ്യത്തില്ല. പിന്നെ നമ്മുടെ വണ്ടിയുടെ ക്യാബിനകത്ത് കിടക്കും. അങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങൾ. അതുപോലെ തന്നെ എൻ്റെ ചാനലിനകത്ത് വീഡിയോ ഒക്കെ നോക്കിയിട്ട് എന്തുമാതിരി സ്ഥലത്ത് ഞാൻ പോയി പെട്ടേക്കുന്നത്. പെടാത്ത ഒരുപാട് ഇതുപോലെ ഈ ചുരത്തിലും ഒന്നും പറയണ്ട. അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോയി പെട്ടിട്ടുണ്ട്. അതിൻ്റെ ചില വീഡിയോകൾ നമുക്ക് എടുക്കാനും പറ്റത്തില്ല. കാരണം ഞാനെങ്ങനെ ഷൂട്ട് ചെയ്യാനാ? അപകടത്തിൽ പെടുന്ന സമയത്ത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഒറ്റയ്ക്ക് ഓടുന്നതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുപോലെ പെട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതിപ്പം ഇങ്ങനൊരു സംഭവം നടന്നപ്പോഴത്തേക്കുണ്ടല്ലോ, നമ്മൾ മലയാളികൾ അവിടെ ഓടിച്ചെല്ലുകയും, അതായത് അന്യൊരു സംസ്ഥാനത്തേക്ക് ഓടിച്ചെല്ലുകയും ഇതിൻ്റെ തെരച്ചിലും കാര്യങ്ങളും നടത്തുകയും അതുപോലെ തന്നെ മറ്റേ രഞ്ജിത്ത് ഇസ്രായേൽ ആളെ, അതുപോലെ കുറേ മലയാളികൾ റെസ്ക്യൂ ടീമുകൾ ചെന്നിട്ടുണ്ട്. പിന്നെ മലയാളികളെല്ലാം അതിൻ്റെ പുറകിനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ലോറി ഡ്രൈവർക്ക് അവർ കർണാടകക്കാർ ചോദിച്ചാൽ നിനക്ക് ഇതെന്താ ഈ ലോറി ഡ്രൈവർക്കോ അല്ലെങ്കിൽ ഈ എന്താ പറയുക ഓണർക്ക് ഭയങ്കര പിടിപാടുള്ളതാണെന്ന്. അപ്പോൾ അത് സംഭവം അതല്ല. ഒരു മലയാളി അവിടെ പെട്ട് കിടക്കുന്നുണ്ടായി ഇത്രയും അന്വേഷണവും തിരക്കലും കാര്യങ്ങളും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കർണാടകക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ മലയാളികളെ കണക്കല്ല. ഞാൻ കർണാടകക്കാരെ മൊത്തം കുറ്റപ്പെടുത്തി പറയുന്നതല്ല. കാരണം ഞാനത് അവിടെ വർഷങ്ങളായിട്ട് ഓടുന്നതുകൊണ്ട് നമുക്കറിയാം കർണാടകക്കാരുടെ സ്വഭാവം. അതിലൊരു 10 പേരുണ്ടെങ്കിൽ അതിൽ 8 പേരുണ്ടല്ലോ മനസ്സാക്ഷിയില്ലാത്തവരാ. മനസ്സിലായോ? പല കാര്യങ്ങളും നമ്മൾ ഓരോ കാര്യങ്ങളും സംശയങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ എന്ത് കാര്യത്തിനാണല്ലോ 8% മനസ്സാക്ഷിയില്ലാത്തത്. 2 പേരെ കാണത്തുള്ളൂ അതിൽ മനസ്സാക്ഷിയുള്ളവർ. പക്ഷെ നമ്മുടെ മലയാളികൾ അത്രയും വരത്തില്ല. അതെനിക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികൾ ഇപ്പം തന്നെ അവിടെ പോയി കിടന്ന് എന്താ പറയുക, ഇപ്പം കോഴിക്കോട് നിന്ന് കുറച്ച് ഗ്യാങ് അങ്ങോട്ട് പോകുന്നു, കുറച്ച് റെസ്ക്യൂ ടീം അങ്ങോട്ട് പോകുന്നു. ഇനി അവരെ അവിടെ കയറ്റിയില്ല, അവർക്കും അർജുന് വേണ്ടി തെരച്ചിൽ നടത്താൻ പറ്റിയില്ലെങ്കിൽ തെരച്ചിൽ നടത്തുന്ന റെസ്ക്യൂ ടീമിന് എന്താ പറയുക, ഫുഡ് വെച്ച് കൊടുക്കാനെങ്കിലും ഫുഡെങ്കിലും വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം കോഴിക്കോട് സ്വദേശികൾ അങ്ങോട്ട് പോകുന്നുണ്ട്. കോഴിക്കോട് നിന്ന് റെസ്ക്യൂ ടീം അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് അതിന് മുന്നേ അതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പം ഞാനൊക്കെ ഞങ്ങൾ ലോറിക്കാർ ഇങ്ങനെ ഒരുമിച്ചൊക്കെ ഇരുന്ന് പറയും, നമുക്കൊക്കെ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ തിരിഞ്ഞ് നോക്കാൻ പോലും ഒരു പട്ടിക്കുഞ്ഞും വരത്തില്ല.
നമ്മുടെ പിടിപാട് വെച്ചോ കാശ് വെച്ചോ വരത്തില്ല, അത് ഉറപ്പാണ്. പക്ഷേ മലയാളി എന്നുള്ളൊരു ഇതിൽ വെച്ച് വരുമെന്ന് ഇപ്പോഴും നമ്മുടെ മലയാളികൾ തെളിയിക്കുന്നുണ്ട്. കാരണം നമ്മുടെ കഴിഞ്ഞ പ്രളയമാണെങ്കിലും, നമ്മുടെ ഗൾഫിൽ കുവൈറ്റിൽ ഇവിടെ ഫ്ലാറ്റ് ഇടിഞ്ഞ് വീണതിലാണെങ്കിലും, നമ്മുടെ അങ്ങനെ എന്തുമേടി കാര്യങ്ങൾ ഇപ്പോൾ ഈ നിമിഷം വരെ ഇപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു അപകടം കൂടാതെ എത്രയും പെട്ടെന്ന് ആ ലോറിയും അർജുനെയും കണ്ടെത്തട്ടെ എന്ന് നമുക്ക് എന്താ പറയുക പ്രാർത്ഥിക്കാം.